Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബീഫ് കബാബിൻ്റെ റെസിപ്പിയാണ്. ഓവനിലും ഓവനില്ലാതെയും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും റിട്ടൺ റെസിപ്പിയും എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ചോപ്പറോ എടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് സ്മൂത്തായിട്ടൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൽ സവാളയുടെയൊക്കെ വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ കബാബ് ഒരുപാട് വെള്ളം പോലെ ആയിപ്പോകും, അപ്പോൾ നമുക്ക് ഷേപ്പിൽ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ സവാളയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ആദ്യം ഒന്ന് ഒരു അരിപ്പയിലേക്ക് ഇതിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിനൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതിലെ വെള്ളമൊക്കെ മാറും. അപ്പോൾ ഇത് നമുക്ക് കബാബിലേക്ക് ഈ വെള്ളം ചേർക്കേണ്ടതില്ല. ഇനി കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം മിൻസ് ചെയ്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓണിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും, അതുപോലെ കുറച്ചുകൂടെ എരിവും ഉണ്ടാവും. ഇനി ഇതിനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും വെക്കുക. നമ്മൾ ഈ കബാബ് ചെയ്തെടുക്കുന്നത് ബാംബൂ സ്ക്യൂവർ വെച്ചിട്ടാണ്. ഓവനിൽ ഹൈ ടെമ്പറേച്ചറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സ്ക്യൂവർ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് സമയം അതിനെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. 200 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ നമ്മുടെ ഓവൻ ട്രേയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കബാബ് ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് കബാബിൻ്റെ മിക്സ് എടുത്തിട്ട് അതിൽ സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് റോൾ ചെയ്തെടുക്കണം. വിരലുകൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് കബാബിൻ്റെ ഷേപ്പാക്കി കൊടുക്കണം. ഏകദേശം കബാബിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. എല്ലാ കബാബും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിനെ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 20 to 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 2 സൈഡും തിരിച്ചിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവൻ ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ കബാബ് ഷേപ്പ് ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതുപോലെ തന്നെ സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് കബാബിനെ ജസ്റ്റ് പ്രസ് ചെയ്ത് റോൾ ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ സ്ക്യൂവർ ഇല്ലാതെയാണ് പാനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ക്യൂവർ ഉൾപ്പെടെയും വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ 2 സൈഡും കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കൂടുമ്പോൾ 2 സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ചെറിയൊരു ബൗളുണ്ടാക്കി പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചതും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് അടച്ച് വെക്കണം. അതിൻ്റെ സ്മോക്ക് ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് സമയം അതിനെ അടച്ച് വെക്കുക. ആ കബാബിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കബാബ് സെർവ് ചെയ്തത് പുതിന ചട്നിയുമായിട്ടാണ്. അപ്പോൾ ആ ചട്നി റെസിപ്പി ഞാൻ പുറകെ തന്നെ ഷെയർ ചെയ്യാം.
കീറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റ് എടുക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.